സമയം രാവിലെ 10 മണി. വെൽക്കം ടു UK ഡെലിവറി ഏർണിംഗ്സ് വീഡിയോ സീരീസ് ഡേ 1. അപ്പം കഥമൊക്കെ പൂട്ടി ഫുൾ ചാർജ് ആയിരിക്കുന്ന വണ്ടിയെടുത്ത് നമ്മൾ ഡെലിവറിക്ക് പോവാം. ഇന്ന് എത്ര പൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. ലെറ്റ് സ്റ്റാർട്ട്. അങ്ങനെ വണ്ടിയുടെ ഓഡോമീറ്റർ ഒക്കെ സെറ്റാക്കി നമുക്ക് ഓടേണ്ട ആപ്പുകളൊക്കെ ഓരോന്ന് ഓണാക്കി. ഊബർ, ജസ്റ്റ് ഈറ്റ്സ്, ആമസോൺ ഫ്ലെക്സ്, ഈ ആപ്പുകളാണ് ഞാൻ ഓടാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ കൈനീട്ടം ഗലക്സിയിൽ നിന്നാണ്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ ഞാൻ കടയിലോട്ട് പോയി. അങ്ങനെ ഓർഡർ നമ്പർ പറഞ്ഞപ്പോൾ തന്നെ ഷടപടയെന്ന് ഫുഡ് എടുത്തു തന്ന് അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാം. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടുന്ന് തന്നെ മേടിച്ച് വണ്ടിക്കകത്ത് കയറി അതും കഴിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര. അങ്ങനെ കൊടുക്കാനുള്ള ആദ്യത്തെ സ്ഥലമെത്തി. അത് കഴിഞ്ഞ് ഓരോ ഓർഡർ കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഓർഡർ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീടിന്റെ ഇൻസ്റ്റലേഷൻ ചെക്ക് ചെയ്യാൻ 2 പണിക്കാർ വന്നിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഫിഫ കളിക്കാം. കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കരുതെന്നാണല്ലോ. അപ്പം നേരെ 1 മണിക്കൂർ സ്ട്രൈറ്റ് ഫിഫ. ആർക്കെങ്കിലും കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ID പറഞ്ഞാൽ മതി, നമുക്ക് കളിക്കാം. കളി ഉച്ചവരെ നീണ്ടു. സമയം ഇപ്പോൾ 2 മണി. നമ്മളിന്ന് ആകെപ്പാടെ 7 ഓർഡർ എടുത്തു. നമുക്ക് 40 പൗണ്ട്സ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആമസോണിന്റെ ഒരു ഷിഫ്റ്റ് കിട്ടി. 2:45 തൊട്ട് 6:15 വരെയുള്ള ഷിഫ്റ്റാണ് കിട്ടിയത്. ഇതിന് നമുക്ക് അവര് നേരത്തെ തന്നെ പേയ്മെന്റ് പറയും. 61 പൗണ്ടാണ് എനിക്ക് ഇതിന് തരാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കാറ് കൊണ്ട് ആമസോണിന്റെ പാഴ്സൽ തരുന്ന വെയർഹൗസിലെത്തി. ഈ ഇരിക്കുന്നതാണ് നമുക്കിന്ന് കൊടുക്കേണ്ട പാഴ്സൽ. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ടും നമ്മുടെ കാറിനകത്ത് കയറ്റാം. നമുക്ക് 11 മൈലും 25 മിനിറ്റ് ട്രാവൽ ചെയ്തുള്ള സ്ഥലത്താണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്ഥലത്തെത്തി. സേഫായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പാഴ്സലോടെ വെക്കുക, ഫോട്ടോ എടുക്കുക, കഥ കൂട്ടുക, ഇത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് പ്രത്യേകിച്ച് വേറെ കലാപരിപാടിയൊന്നുമില്ല. ഓരോ പാഴ്സലും ഓരോ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. എല്ലാ വീടുകളും ഏകദേശം അടുത്തൊക്കെ തന്നെ ആയിരിക്കും. ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ തന്നെ നമ്മൾ ചുറ്റിക്കറങ്ങി ആ 2-3 സ്ട്രീറ്റ് കൊടുത്തു തീർക്കും. അതാണ് പണി. അങ്ങനെ നമ്മൾ പാഴ്സല് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ സമയം 5 മണിയായി. 6:15 തീരേണ്ട ഷിഫ്റ്റ് 5 മണിക്ക് തീർന്നു. നീ നേരത്തെ തീർത്തല്ലോ എന്നും പറഞ്ഞ് പൈസ മുള്ളു തരാതിരിക്കത്തില്ല. പറഞ്ഞ 61 പൗണ്ട് തന്നെ നമുക്ക് കയറും. ഇനി നമുക്ക് ഈവനിങ്ങിൽ അടുത്ത ആപ്പ് തുറക്കാം. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഊബറാണ് വില്ലൻ. അങ്ങനെ നമുക്ക് ഊബർ ഈറ്റ്സിന്റെ ആപ്പ് ഓണാക്കി ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഡെലിവറി ഓടാം. കാരണം ഊബർ UKയിൽ എവിടെ വേണേലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് പോയി ഓണാക്കിയാലും അവിടെ നിന്ന് ഓർഡർ എടുക്കാം. അതാണ് ഊബറിന്റെ ഗുണം. അങ്ങനെ ഓണാക്കിയപ്പോൾ തന്നെ 7 പൗണ്ട് സംതിങ്ങിന് നമുക്ക് വെയിറ്റ്രോസ് എന്ന് പറയുന്ന കടയിൽ നിന്ന് ഓർഡർ അടിച്ചു. ഓർഡർ നമ്പർ കാണിക്കുമ്പോൾ അവർ സാധനം എടുത്തു തരും. അങ്ങനെ നമുക്ക് വൈകിട്ടത്തെ ഷിഫ്റ്റ് തുടങ്ങാം. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് എന്തോ ഒരു സാധനം മേടിച്ച് അവിടെ നിന്ന് കഴിച്ചു. അങ്ങനെ ഓർഡറുകൾ അടിച്ചുകൊണ്ടേയിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഊബറും ജസ്റ്റ് ഈറ്റ്സ് ആപ്പുകളും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ എടുക്കാൻ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് കടയിൽ വന്നു. ഫിഷ് ആൻഡ് ചിപ്സ് കട UKയിലെ ഒരു ഫേമസ് കടയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ സാധനമൊന്നും പിടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കടയ്ക്കകത്ത് നല്ല സമോസ കണ്ടു. ആ സമോസയും മേടിച്ച് അതും മേടിച്ചുകൊണ്ട് നമ്മൾ ഡെലിവറി പിന്നെയും തുടർന്നു. അങ്ങനെ സമയം രാത്രി 8 മണിയായി. അവസാനത്തെ ഓർഡർ എടുക്കുവാൻ ഞാൻ KFC വന്നു. ഈ ഓർഡർ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇന്നത്തെ എന്റെ ജോലി നിർത്തുവാണ്. അതാണ് ഈ ജോലിയുടെ ഗുണം. എനിക്ക് എപ്പം നിർത്തണമെന്ന് തോന്നിയാൽ എനിക്ക് നിർത്താം. ഇത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ രാത്രി 1 മണിയോ 2 മണിയോ വെളുപ്പിനെ 3 മണി വരെ ഇത് ഓടാൻ പറ്റും. അപ്പോഴെല്ലാം ഓർഡർ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഇത്രയും മതി. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഡ്രിങ്കും മേടിച്ചുകൊണ്ട് ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഇന്ന് ടോട്ടൽ എത്ര ഏൺ ചെയ്തെന്നറിയണ്ടേ? ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഊബർ 24 പൗണ്ടും ജസ്റ്റ് ഈറ്റ്സ് 68 പൗണ്ടും ആമസോൺ 61 പൗണ്ടും കിട്ടി. അങ്ങനെ ടോട്ടൽ നമുക്ക് 150 പൗണ്ട് ഏകദേശം ലഭിച്ചു. ഇതിനുവേണ്ടി ഞാൻ 92.6 മൈലും 7 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. വണ്ടി വീട്ടിൽ വന്നപ്പം 50% ഇനിയും ബാക്കിയുണ്ട്. വീട്ടിൽ ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനുവേണ്ടി ചാർജിങ് ഏകദേശം 2 പൗണ്ടേ കോസ്റ്റ് വന്നിട്ടുള്ളൂ. സമയം രാത്രി 8:30 നമ്മൾ വീട്ടിലെത്തി. ഞാൻ കുറച്ചു നേരം ബൈബിൾ വായിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. കുറച്ചു നേരം കൂടെ TV കാണും. അത് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നാളെ പോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കിടക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂടെ കൂടി ഈ പേജ് ഫോളോ ചെയ്തോ.
ഈ വീഡിയോസ് ഈ വീക്ക് മൊത്തം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.